തമിഴ്നാട്ടിൽ എക്സ്പ്രസ് ഡീലക്സ് ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഇനി മുതൽ സൗജന്യ യാത്ര. നഗരപ്രദേശങ്ങളിൽ സർവീസ് നടത്തുന്ന സർക്കാർ ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക. നിയമസഭയിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തി. അർഹരായ കുടുംബങ്ങൾക്ക് വർഷത്തിൽ 3 LPG ഗ്യാസ് സിലിണ്ടർ സൗജന്യമായി ലഭിക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. தமிழ்நாட்டின் எந்த பகுதியிலும் வசிக்கும் ஒரு மகளிரும் போக்குவரத்து கட்டணத்தால் தமது வாய்ப்புகளை இழக்கக்கூடாது என்ற சமூக நீதி சிந்தனையை இவ்வரசு முதன்மையாக கொண்டுள்ளது. இதனை கருத்தில் கொண்டு மகளிர் கட்டணமில்லா பயண திட்டத்தை விரிவுபடுத்தி பெருமளவில் பயனளித்திடும் விதமாக வெற்றி பயணம் என்ற பெயரில் தேசத்தந்தை மகாத்மா காந்தியடிகளின் பிறந்த நாளான அக்டோபர் 2ஆம் தேதி முதல் செயல்படுத்த அரசு முடிவு செய்துள்ளது. വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ER രാഗേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഗേഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനകീയമായ പല പ്രഖ്യാപനങ്ങളും നടക്കുന്നു. ഇപ്പോൾ സൗജന്യ യാത്ര, സൗജന്യ LPG. എന്താണ് TVK സർക്കാർ ലക്ഷ്യമിടുന്നത്? പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ? അതേ ഗൗതം, കഴിഞ്ഞ കുറച്ച് ദിവസമായി അത്തരം പ്രഖ്യാപനം, ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ വിജയുടെ ഭാഗത്തുനിന്ന്, വിജയ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ബജറ്റ് സമ്മേളനം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബജറ്റിൽ ഏതായാലും ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും, പക്ഷെ ഉണ്ടായില്ല. അതിന് പുറത്ത് ഇപ്പോൾ ആ ബജറ്റ് സമ്മേളന കാലയളവിൽ തന്നെ പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. TVKയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇതൊക്കെ തന്നെ. പ്രത്യേകിച്ച് സൗജന്യ യാത്ര നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരുന്നെങ്കിൽ അതിപ്പോൾ വിപുലീകരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം എക്സ്പ്രസ് ബസ്സുകളിലേക്കൊക്കെ തന്നെ, ഡീലക്സ് ബസ്സുകളിലേക്കുമൊക്കെ തന്നെ വ്യാപിപ്പിക്കും. പ്രത്യേകിച്ച് മെട്രോ നഗരങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഇത് ബാധകമായിരിക്കും. സൗജന്യ യാത്ര ഉണ്ടായിരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തിലായിരിക്കും ഈ സ്കീം നിലവിൽ വരിക എന്ന പ്രഖ്യാപനം കൂടി ഇപ്പോൾ വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതായി 3 LPG സിലിണ്ടറുകൾ പ്രതിവർഷം നൽകും, സൗജന്യമായി നൽകുമെന്ന പ്രഖ്യാപനമാണ് വിജയ് നടത്തുന്നത്. അതായത് വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ താഴെയുള്ളവർക്കായിരിക്കും ഇത് ലഭിക്കുക എന്ന പ്രഖ്യാപനം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് സിലിണ്ടർ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തുക അക്കൗണ്ടിൽ എത്തുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ വിജയ് നടത്തിയിട്ടുള്ളത്. ഏതായാലും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പലതും വിജയ് ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് തുടർച്ചയായി തന്നെ ഇതിനെ കാണുകയും ചെയ്യാം. ഏതായാലും സഭാ സമ്മേളനം അടുത്ത മാസം ആദ്യം വരെ തുടരുന്നുണ്ട്. TVK MLA മാർ അടക്കമുള്ളവർ പറയുന്നത് മറ്റു പല പ്രഖ്യാപനങ്ങൾ കൂടി ഇനി നടക്കാനിരിക്കുന്നു എന്നതാണ്. ഗൗതം. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.